ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രശ്മി. ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്. നമ്മൾ ബ്രഷസിൻ്റെ പറ്റിയാണ് പറയണത്. കുറേ പേര് കമൻസിൽ കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്രഷസും ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ബ്രഷസും അതേ യൂസസിനെ പറ്റിയാണ് എടുക്കാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ബ്രഷസിന് നമ്മൾ 2 കൈൻഡ്സ് ഓഫ് ബ്രഷസ് ആണുള്ളത്. ഷേപ്സ് അല്ല, കൈൻഡ്സ് ആണ്, ഡിപ്പെൻഡിങ് ഓൺ കൈൻഡ് ഓഫ് ഹെയർ. സോ ഇതിപ്പോൾ ഞാൻ പറയണ നാച്ചുറലി ഡിറൈവ്ഡ് ഹെയറിനെയാണ്. സോ ഇത് നാച്ചുറൽ ബ്രിസിൽ ബ്രഷസും ഇത് നാച്ചുറൽ സേബിൾ ബ്രഷുമാണ്. ബ്രിസിൽ ബ്രഷസ് കുറച്ച് ഹാർഡാണ്. ലൈക്ക് ഓക്സ്, ക്യാമൽ അങ്ങനത്തെ ആനിമൽസിൽ നിന്ന് ഹെയർ എടുത്ത് അവരുടെ ബാക്കിൽ നിന്ന് എടുത്ത ഹെയർ ആണ്. നമ്മുടെയൊക്കെ ഹെയറിനുള്ള സ്പ്ലിറ്റ് എൻഡ്സ് പോലെ ഇതിന് മൈക്രോസ്കോപ്പിക് ഇങ്ങനെ നോക്കിയെങ്കിൽ അതിന് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്. സോ ഇത് ഐഡിയലി നമ്മൾ ഇങ്ങനത്തെ ബ്രിസിൽ ബ്രഷസ് ഓയിൽ പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്യണേ, നാച്ചുറൽ ബ്രിസിൽ ബ്രഷ്. പിന്നെ നാച്ചുറൽ സേബിൾ ബ്രഷ് കമ്പാരിറ്റീവ്ലി ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിൻ ആൻഡ് മോർ സിൽക്കിയാണ്. ഇത് ആനിമൽ സേബിൾ പറയുന്ന പോലെ സേബിൾ ആനിമൽ, സ്ക്വിറൽ, മംഗൂസ്, മിങ്ക് അങ്ങനത്തെ ആനിമൽസിൽ നിന്ന് എടുക്കുന്ന അവരുടെ ഹെയർ ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ. സോ ഇത് നാച്ചുറലി ഉള്ള 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെയർ ഉള്ള ബ്രഷ്. സോ ഇതിൻ്റെ തന്നെ സിന്തറ്റിക്കും ഇപ്പം വരാറുണ്ട്. സോ ഇത് സിന്തറ്റിക് ബ്രിസിൽ ബ്രഷും പിന്നെ ഇത് സിന്തറ്റിക് സേബിൾ ബ്രഷാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഷേപ്പ് ഇതാണ് 2 കൈൻഡ്സ് ഉള്ളത്. അതിൽ നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. സോ നാച്ചുറൽ ബ്രിസിൽ ബ്രഷ് നമ്മൾ യൂഷ്വലി ഓയിൽ പെയിൻറ്റിനാണ് യൂസ് ചെയ്യണേ. ബിക്കോസ് ഓയിൽ പെയിൻറ്റ് കുറച്ച് തിക്കാണ്. സോ ഈ തിക്കായിട്ടുള്ള ബ്രഷസ് അതിനെ നല്ലോണം ഹോൾഡ് ചെയ്യും. പിന്നെ ഓയിൽ പെയിൻറ്റിൽ മോസ്റ്റ്ലി നമ്മളിങ്ങനെ സ്ട്രോക്സ്, നമുക്ക് പെയിൻറ്റിൻ്റെ സ്ട്രോക്സ് കാണണമെന്നുണ്ടെങ്കിൽ ബ്രിസിൽ ബ്രഷാണ് യൂസ് ചെയ്യണേ. കുറേ ഇംപ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനത്തെ സ്ട്രോക്ക് വരാനായിട്ട്, ബ്രഷ് സ്ട്രോക്ക് വരാൻ വേണ്ടിയിട്ട് ബ്രിസിൽ ബ്രഷസ് യൂസ് ചെയ്യും. അതേപോലെ സേബിൾ ബ്രഷസ് മോസ്റ്റ്ലി നാച്ചുറൽ സേബിൾ ബ്രഷസ് ഓയിൽ വാട്ടർ കളറിനാണ് ഏറ്റവും ബെസ്റ്റ്. സിന്തറ്റിക്കിൽ അത്ര നല്ലോണം വരത്തില്ല. സോ ഈ നാച്ചുറൽ ബ്രഷസ് മോർ എക്സ്പെൻസീവ് ആണ് സിന്തറ്റിക് ബ്രഷസിൻ്റെ കാട്ടും. വാട്ടർ കളേഴ്സിൽ നമ്മൾ മോസ്റ്റ്ലി നാച്ചുറൽ സേബിൾ ബ്രഷസ് ആണ് യൂസ് ചെയ്യണേ. അത് നാച്ചുറൽ സേബിൾ ബ്രഷ് നല്ലോണം വാട്ടറിനെ ഹോൾഡ് ചെയ്യും ഈ സിന്തറ്റിക് ബ്രഷസിൻ്റെ കാട്ടും. ആൻഡ് ആക്രിലിക്സിന് നമുക്ക് ആക്ച്വലി നമുക്ക് നാച്ചുറൽ ബ്രഷ്, നാച്ചുറൽ ബ്രിസിൽ, നാച്ചുറൽ സേബിൾ രണ്ടും യൂസ് ചെയ്യാം ആക്രിലിക്കിന്. ബട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യണത് സിന്തറ്റിക് ആണ്. മെയിൻ റീസൺ എന്നാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പം അതിന് ബ്രഷസിന് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കാറുണ്ട് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. സോ നാച്ചുറൽ ഹെയർ ആകുമ്പോൾ അത് ഡാമേജ് ആവും, ഹെയർ ഡാമേജ് ആകും. സോ സിന്തറ്റിക് ആണ് മോസ്റ്റ്ലി ആക്രിലിക് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാറുള്ളത്. സോ ഇത് 2 കൈൻഡ്സ് ഓഫ് ബ്രഷസ് ആയി. ഒന്ന് ബ്രിസിൽ ആൻഡ് സേബിൾ. സോ ഇതിന് ഈ 2 വെറൈറ്റീസ് ഓഫ് ബ്രഷസിന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. അതിന് ഡിഫറെൻറ്റ് യൂസസ് ആണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യുന്ന അതേ യൂസ് സ്പെസിഫിക് യൂസ് ആണോന്നില്ല. ആർട്ടിസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് ബ്രഷ്, ചിലപ്പോൾ ഒരു ബ്രഷ് തന്നെ അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രോക്സിനും ഏരിയാസിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ജനറലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. സോ ഒന്നും മിസ്സായില്ല എന്ന് തോന്നുന്നു. ഓക്കെ. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഒരേ ബ്രഷ് ഓയിൽ പെയിൻറ്റിങ്ങിനും ആക്രിലിക് പെയിൻറ്റിനും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രീവിയസ്ലി ഒരു ബ്രഷ് ആക്രിലിക് പെയിൻറ്റിന് യൂസ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ബട്ട് വൺസ് ഓയിൽ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്ത ബ്രഷ് വാട്ടർ കളർ ആയിക്കോട്ടെ ആക്രിലിക് ആയിക്കോട്ടെ ഒന്നിനും പെയിൻറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതിനെ പിടിക്കത്തില്ല ബ്രിസിൽസ് ഓയിലുള്ളത് കൊണ്ട്. അത് നമുക്ക് ജനറൽ നമ്മുടെ സയൻസ് ഓയിൽ ആൻഡ് വാട്ടർ മിക്സ് ആകത്തില്ലല്ലോ, അതേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. So let's go to different shapes of our brushes. ഈ നമ്മൾ 2 kinds of brushes-ന്റെ different shapes, irrespective of what kind it is. ഞാൻ just shapes of brushes ഇപ്പോൾ കാണിച്ചു തരാം. സോ കുറേ ടൈപ്സ് ഓഫ് ഷേപ്സ് ഉണ്ട്, ബട്ട് മെയിൻ ഷേപ്സ് ആണ് ഇത് 3. സോ ഫസ്റ്റ് വൺ ഈസ് കാണുന്ന പോലെ തന്നെ ഫ്ലാറ്റ്, അതാണ് ഫ്ലാറ്റ് ബ്രഷ്. ദി അതർ വൺ ഈസ് ഫിൽബർട്ട്,
ഇത് കുറച്ചിങ്ങനെ റൗണ്ട് ഇല്ലെങ്കിൽ ഓവൽ ആയിട്ടുള്ളതിനാണ് ഫിൽബർട്ട്. അതിൻ്റെ ഇവിടെ ക്രീസ് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. ഈവൻ ഫ്ലാറ്റ് ബ്രഷിൻ്റെ മുകളിൽ ഫ്ലാറ്റ്, പിന്നെ ഇവിടെ ക്രീസ് ഇവിടെയും ഫ്ലാറ്റാണ്. റൗണ്ട് ബ്രഷ് പറയുന്ന ആസ് ദ നെയിം സേസ് അത് റൗണ്ടാണ് മുകളിൽ റൗണ്ട് ബ്രഷ്. ആൻഡ് ഇതിൻ്റെ ഇവിടെ ക്രീസിങ്ങും ഇവിടെ റൗണ്ട് ആയിട്ടാണുള്ളത്. ഇതാണ് മെയിൻ ത്രീ ഷേപ്സ് ഓഫ് ബ്രഷസ്: ഫ്ലാറ്റ്, ഫിൽബർട്ട് ആൻഡ് റൗണ്ട്. പിന്നെ ഉള്ളതാണ് കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ബ്രഷ്, അതിനെ ബ്രൈറ്റ് എന്ന് പറയും. ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണ്, ബട്ട് അതിൻ്റെ ലെങ്ത്ത് ഫ്ലാറ്റിൻ്റെ അത്ര ലെങ്ത് ഇല്ല അതിൻ്റെ ഹെയറിന്. പിന്നെ ഉള്ളത് ഒരു ഫാൻ ബ്രഷ്. ഇത് നമ്മുടെ ട്രീസും അങ്ങനത്തെയൊക്കെ ഡ്രോ ചെയ്യാൻ, ഗ്രാസൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് മോപ്പ് ബ്രഷ്. അത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്യാനും 2 കളേഴ്സ് മേർജ് ചെയ്യാനൊക്കെ ഉള്ള കളറും. പിന്നെ ഉള്ളത് ആംഗിൾ. ഇതും ലൈൻസ് ഡ്രോ ചെയ്യാൻ, ഒരു ടിപ്പ് ഡോട്ട് പോലെ ഇങ്ങനെ പോയിന്റ്സ് ഒക്കെ ഇടാനുള്ളതാണ്. ഈ 4 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഈ 3 ഷേപ്പ് ബ്രഷസ് ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും കാണും. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്തും കാണുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ബ്രഷസ്. പിന്നെ ഇനി ഒരെണ്ണമുള്ളത് ഒരു റൗണ്ട് ബ്രഷിൻ്റെ പോലെ തന്നെ ഇതിനെ റിഗർ ബ്രഷ് എന്നും പറയും. ഇത് ലോങ് ആയിട്ട് റിഗർ ഇല്ലെങ്കിൽ ലൈനർ ബ്രഷ് എന്നും പറയും. ഇത് മോസ്റ്റ്ലി നമുക്ക് 3 ഇമ്പോർട്ടൻറ്റ് സൈസസ് വേണ്ടത് ഫ്ലാറ്റും ഫിൽബർട്ടും റൗണ്ടാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ 5 ഉണ്ടെങ്കിൽ നല്ലതാ. ഇതല്ലാതെയും കുറേ വെറൈറ്റീസ് ഉണ്ട് ഹെയർ ഡ്രോ ചെയ്യാനും ഇതൊക്കെ. പിന്നെ കാറ്റ് ടങ് ഷേപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഉണ്ട്. ബട്ട് അതൊന്നും ആവശ്യമില്ല. ബട്ട് മെയിൻ ഇതും പിന്നെ ഒരു ലൈനർ ബ്രഷ് ഡീറ്റെയിൽസിനും ഉള്ളത് ഏറ്റവും നല്ലതാണ്. ലൈനർ ബ്രഷ് ഇല്ലെങ്കിലും ഈ റൗണ്ട് ബ്രഷിൻ്റെ സൈസ് 0, സൈസ് 2 അതാണെങ്കിലും യൂസ് ആവും. ഈ കുറേ ലാർജ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ബ്രഷ് വെച്ചാണ് ഫില്ല് ചെയ്യണത്. ഈവൻ കോർണേഴ്സ് ഒക്കെ ഫില്ല് ചെയ്യണതും ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കോർണർ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് ഇച്ചിരി സ്ലിപ്പറിയാണ്. കുറച്ച് ക്യാൻവാസ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ്. സോ അങ്ങനെ ലാർജർ ഏരിയാസ് ഫിൽ ചെയ്യാം. പിന്നെ നമ്മൾ മോസ്റ്റ്ലി ഫ്ലാറ്റ് ബ്രഷും കൊണ്ട് ഈ ഡബിൾ കളേഴ്സ്, ഇപ്പോൾ ഫ്ലവേഴ്സും ഫ്ലോറൽ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ ഈ ഡബിൾ കളേഴ്സ് യൂസ് ചെയ്യണത് ഫ്ലാറ്റ് ബ്രഷ് വെച്ചാണ്. ഇങ്ങനെ ഒത്തിരി നല്ലോണം ലോഡ് ചെയ്യണം ബ്രഷ്. ഇപ്പോൾ 2 കളർ ഇവിടെ ലോഡ് ചെയ്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കണം. നല്ലോണം ലോഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഹാഫ് വരെ റീച്ച് ചെയ്യണം. 3/4 വരെ റീച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ഈവൻലി ലോഡ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഫ്ലവർ ലീവ്സ് ഡ്രോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ചിസൽ എൻഡ് വരുന്നവിടം വരെ ഇങ്ങനെ ചെയ്യാം. ഇത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ്. എങ്ങനെ വേണമെങ്കിലും ഏത് ഏരിയ ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ചിസൽ എൻഡ് അതേപോലെ 1 2 3 4 5 റോസ് ഫ്ലവർ വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്യാം. നമുക്ക് ഗ്രേപ്പിൻ്റെ ഡിഫറെൻറ്റ് എഫക്ട്സ് നമുക്ക് ഫ്ലാറ്റ് ബ്രഷിൽ ചെയ്യാം.
നെക്സ്റ്റ് ഉള്ളത് ഫിൽബർട്ട് ബ്രഷാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇങ്ങനെ ഓവൽ ഷേപ്പ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഹെയർ, ഇത് ഫെറൂൾ, ഇത് ഹാൻഡിൽ. സോ യൂഷ്വലി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഫെറൂളിൽ നമ്മുടെ പെന്ന് പിടിക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല. ഓൾവേസ് നമ്മൾ ഈ ഹാൻഡിലിൽ തന്നെ ഹോൾഡ് ചെയ്യണം. സോ നമുക്ക് ഇപ്പം ഫിൽബർട്ടിൻ്റെ യൂസസ് നോക്കാം. ഈവൻ ഫിൽബർട്ടിലും ഡുവൽ കളേഴ്സ് യൂസ് ചെയ്യാം. ബട്ട് ആ ചിസൽ എന്ന് പറയുന്നത് ആ സൈഡ് അത്ര നല്ല ഫ്ലാറ്റ് പോലെ അത്ര ഷാർപ്പായിട്ട് വരത്തില്ല. സോ നമുക്ക് ചില യൂസസ് നോക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ രണ്ട് സൈഡിൽ ഫില്ല് ചെയ്ത് ട്രൈ ചെയ്യാം. ഒരു സൈഡിൽ പിങ്ക്, ഒരു സൈഡിൽ വൈറ്റും. സോ എങ്ങനെ ഫ്ലവർ എങ്ങനെ വരും നോക്കാം. പ്രസ് ചെയ്തിട്ട് ഇൻസൈഡിലോട്ട് ഇങ്ങനെ എടുക്കും. ഇങ്ങനത്തെ നമുക്ക് 2 കളേഴ്സ്, നമുക്ക് ആ സ്ട്രാൻഡ്സ് ഇല്ലെങ്കിൽ സ്ട്രീക്സ് ഒക്കെ കിട്ടും. സോ നമുക്ക് ഇൻസൈഡ് ഏതെങ്കിലും വേറൊരു ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതിലും നമുക്ക് ടിപ്പ് ഓവൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പുള്ള എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ ആ റൗണ്ട് സർക്കിൾസ് നമുക്ക് നല്ലോണം ഫില്ല് ചെയ്യാൻ പറ്റും ഫിൽബർട്ട് വെച്ചിട്ട്. സോ ആ സൈഡ് നല്ല സോഫ്റ്റ് എഡ്ജസ് ആയിട്ട് വരും. ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ സൈഡിൽ ആ ചിസൽ എൻഡ് വരും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് സൈഡൊക്കെ വന്ന് ഇങ്ങനത്തെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഞാൻ ചിലപ്പം ലീഫ് ഇതിലാണ് പെയിൻറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് ഫിൽബർട്ട് എൻ്റെ കൈൻഡ് ഓഫ് ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ഫിൽബർട്ടിലാണ് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ഒരു ലീഫാണെങ്കിൽ, ഇപ്പോൾ റോസിൻ്റെ ഒക്കെ ലീവ്സ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ ഫിൽബർട്ട് ബ്രഷസിൽ ഇപ്പോൾ ഒരു ട്രീ ഉണ്ടെങ്കിൽ ട്രീൻ്റെ ലീവ്സൊക്കെ, ഇതിപ്പോൾ മോസ്റ്റ്ലി ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്രാഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാം. നമുക്ക് ഈവൻ തിൻ ലൈൻസും ഡ്രോ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ വെച്ചെങ്കിൽ. സോ ഗ്രാസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. ഇതിൽ നമുക്ക് ഡുവൽ കളേഴ്സ്, 2 കളേഴ്സ് ഇതിലും ചെയ്യാൻ പറ്റും. നമുക്ക് റൗണ്ട് ബ്രഷ് എടുക്കാം. സോ റൗണ്ട് ബ്രഷിലും വെറൈറ്റി ഓഫ് യൂസസ് ഉണ്ട്. ഈ റൗണ്ട് ബ്രഷസിൽ നമുക്ക് ഔട്ട്ലൈൻ ഒക്കെ ഡ്രോ ചെയ്യാം. ഔട്ട്ലൈൻ ഒക്കെ നല്ലോണം ഡ്രോ ചെയ്യാൻ പറ്റും. നല്ലോണം ഫുള്ള് ഫില്ല് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ സ്ട്രോക്സ്, ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഈ റിഗർ ഇല്ലെങ്കിൽ ലൈനർ ബ്രഷും കൈൻഡ് ഓഫ് റൗണ്ട് ബ്രഷാണ്. സോ അത് നമുക്ക് വെറൈറ്റി ഓഫ് തിങ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡോട്ട്സ് ഇടാൻ, പിന്നെ ഇങ്ങനത്തെ തിന്നായിട്ടുള്ള ഇങ്ങനത്തെ ലൈൻസൊക്കെ ഡ്രോ ചെയ്യാൻ എല്ലാം ചെയ്യും. ഇത് മെയിൻലി നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്യും. അന്നേരം നമ്മൾ നമ്മുടെ പിങ്കി ഫിംഗേഴ്സാണ് യൂസ് ചെയ്യണേ ഡീറ്റെയിൽ ഡ്രോ ഒക്കെ ചെയ്യുമ്പോൾ. വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് ബ്രഷും കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പിങ്കി ഫിംഗർ, ഈ സ്മോൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുവാണ്. ഇപ്പോൾ ഞാനൊരു ഫ്ലവർ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒരു പിങ്ക് എടുത്തിട്ട് ടിപ്പ് കുറച്ച് വൈറ്റ് എടുക്കാം, ടിപ്പ് മാത്രം. എന്നിട്ട് നമുക്ക് ഫ്ലവർ ട്രൈ ചെയ്ത് നോക്കാം.
പ്രസ്. ക്യാമറ കവർ ആകാതിരിക്കാനാണ്, ഇല്ലെങ്കിൽ അതിങ്ങനെ 90 ഡിഗ്രിയാണ് ഇങ്ങനെ ചെയ്യണത്. സോ കവർ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ കൈ കുറച്ച് സ്ലാൻറ്റിങ് ചെയ്യുക. എന്നാലും ഭംഗിയായി വരും, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഡയറക്റ്റ് പിന്നെ കുറേ വെറൈറ്റി ഓഫ് യൂസസ് ഉണ്ട്. ഇതിലും കുറേയൊക്കെ ഫില്ലിങ് ചെയ്യാൻ പറ്റും. ഫാൻ ബ്രഷ് മോസ്റ്റ്ലി ഫോളിയേജ് ബ്രഷ് എന്ന് പറയും, ബിക്കോസ് അതുകൊണ്ട് അധികം ലീവ്സ് ആണ് ഡ്രോ ചെയ്യണത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ലീവ്സ് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ പോലത്തെയൊക്കെ പൈൻ ട്രീസൊക്കെ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാർട്ട് വിത്ത് വൺ സൈഡ്. ഇങ്ങനെ പൈൻ ട്രീസൊക്കെ ഡ്രോ ചെയ്യാം ഇതിൽ. പിന്നെ ഈവൻ ഗ്രാസസ് ഡ്രോ ചെയ്യാം. അതെങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അങ്ങനത്തെ കുറേ മോസ്റ്റ്ലി ഫാൻ ബ്രഷ് ഇങ്ങനെ ഗ്രാസും ലീവ്സും ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈവൻ സ്മോൾ ബുഷസും ഒരു എൻഡ് വെച്ച് ഇങ്ങനെയാണെങ്കിൽ ഡ്രോ ചെയ്യാം. ഇത് മെയിൻ യൂസ്. ഈവൻ ഹെയർ ഒക്കെ ഇത് ഹെയർ ഒക്കെ ഡ്രോ ചെയ്യാം. ഫർ, ഹെയർ, വലിയ പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. സോ ഫറും ഹെയർ ഒക്കെ ഡ്രോ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മോപ്പ് ബ്രഷാണ്. മോപ്പ് ബ്രഷിന് ഒരിക്കലും നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യത്തില്ല. ഇങ്ങനെ ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു മിസ്റ്റി എഫക്റ്റ് വരാൻ, ഇല്ലെങ്കിൽ രണ്ടെണ്ണം ഫില്ല് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു ബാക്കിലെ ട്രീ ആണെന്നുണ്ടെങ്കിൽ, ഈ ഗ്രാസ് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഈ മോപ്പ് ബ്രഷും കൊണ്ട് ഇങ്ങനെ ചെയ്യും. സോ ഇത് ഭയങ്കര സോഫ്റ്റാണ്, വെരി സോഫ്റ്റ് ടു ടച്ച്. സോ ബാക്കിലുള്ളതൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് വരും. ക്യാൻവാസിലും പേപ്പറിലൊക്കെ നല്ലോണം വരും. ഇതിപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ലൈൻസ് കാണുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ബാക്കിലെ ലീവ്സ് അങ്ങനെ ഔട്ട് ഓഫ് ഫോക്കസ്, ഇല്ലെങ്കിൽ മേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേർജ് ചെയ്യാം. നല്ല ലൈറ്റ് സോഫ്റ്റ് മേർജിങ് ഒക്കെ ചെയ്യാൻ അതിന് വേണ്ടിയാണ് മോപ്പ് ബ്രഷ് യൂസ് ചെയ്യണേ. ചിലപ്പം മിസ്റ്റ് അങ്ങനത്തെ സ്മോക്കി മിസ്റ്റി അങ്ങനത്തെ കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്സിലൊക്കെ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ പെയിൻറ്റ് ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ലൈറ്റായിട്ട് അത് എടുക്കുകയും ചെയ്യാം. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാഷ് ചെയ്യേണ്ടത്. ബട്ട് ഒരിക്കലും അതിന് വെട്ടായിട്ട് നമ്മളത് മോപ്പ് ബ്രഷിനെ യൂസ് ചെയ്യാറില്ല. അത് മോപ്പ് ബ്രഷ് ചെയ്ത ഉടനെ തന്നെ അതിനെ ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോകും പെയിൻറ്റ് ഇരുന്നിട്ട്. സോ മോപ്പ് ബ്രഷ് ഉടനെ യൂസ് ചെയ്ത ഉടനെ ക്ലീൻ ചെയ്ത് വെക്കണം. സോ ദിസ് ഈസ് ആംഗിൾ ബ്രഷ്, കൈൻഡ് ഓഫ് ഫ്ലാറ്റ് ബ്രഷാണ്, ബിക്കോസ് ക്രീസിങ് കാണാൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. സോ ഇത് കുറേ യൂസസ് ഉണ്ട് ഇതിൻ്റെയും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈസസ് ഉണ്ട്. ഇത് സ്ട്രെയിറ്റ് ലൈനൊക്കെ ഇൻ കേസ് ഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഡ്രോ ചെയ്യാൻ. പിന്നെ ടിപ്പും ഡോട്ട്സും ഒരു മിസ്സിങ് നമ്മുടെ ഹൈലൈറ്റ്സൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഈ ബ്രഷ് വെച്ചിട്ട്. ചെറിയ ടിപ്പ് ഇങ്ങനെയൊക്കെ. ചില ഡെക്കറേറ്റീവ് ആർട്ടിസ്റ്റ് ഇതുകൊണ്ട് നല്ല ഫ്ലവേഴ്സും ഡ്രോ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ ഫ്ലവേഴ്സ് ഡ്രോ ചെയ്യാം. ഇതും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവേഴ്സും ഡ്രോ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇതിന് ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് ഈ ഫ്ലവർ ഡിഫറെൻറ്റ് ആംഗിൾ വന്നു, അതേപോലെ ഡ്രോ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്.
ഈ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, ബിക്കോസ് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈവൻ ഫോർ ബിഗിനേഴ്സ്. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് അക്വയർ ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇനി ഫ്യൂച്ചറിൽ ഇനിയും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിഞ്ഞെങ്കിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് പാർട്ട് 2 ആയിട്ടും കൂടി ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. സോ ഒരിക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ വേറെ വീഡിയോസ് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ദിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് പ്ലീസ് ഷെയർ ചെയ്യണം. ഇതിലും ലീവ്സ് ഡ്രോ ചെയ്യാം നമുക്ക്. ഫുള്ള് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ലോഡ് ചെയ്തിട്ട് നമുക്ക് ലീഫ് ഡ്രോ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ, ടേക്ക് കെയർ. It's so beautiful, you and me.